അസ്സലാമലൈക്കും. ഇന്ന് റമദാൻ 2 അപ്പോൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇറാനിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള വീഡിയോസൊന്നുമില്ല. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ റെസിപ്പി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ട് പൊരിക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. നമ്മൾ ഏത് ഗ്ലാസ് എടുക്കുന്ന ആ ഗ്ലാസ്സിനനുസരിച്ചിട്ട് തന്നെ എല്ലാ ഐറ്റംസും എടുക്കണം. ഞാൻ ഇപ്പോൾ 2 ഇറാനിപ്പോളക്കുള്ളതാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് മൈദപ്പൊടി, 2 ഗ്ലാസ് ഓയിൽ, 2 ഗ്ലാസ് പാല്, 1 മുട്ട, പിന്നെ അത്യാവശ്യം ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ആയതിനു ശേഷം മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആ ചിക്കൻ പൊരിച്ച അതിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയെല്ലാം ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ തീയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചെടുക്കുന്നുണ്ട്. ആ പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം എണ്ണയൊന്നും ആക്കി കൊടുക്കണ്ട. പിന്നെ അതിലോട്ട് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം ബാറ്റർ ഒഴിച്ച് കൊടുക്കും, പിന്നെ അതിൻ്റെ മേലെ നേരത്തെ ആക്കിയ മിക്സ് ഇട്ട് കൊടുക്കും. പിന്നെ രണ്ടാമത് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മേലെ മിക്സ് ഇട്ട് കൊടുക്കും. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം എല്ലാം മനസ്സിലാകും. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു 10-25 മിനിറ്റ് വരെ അടച്ചു വെക്കാം. നമ്മളെ ഇറാനിപ്പോള ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് രണ്ടാമത്തെ ഇറാനിപ്പോളക്കുള്ള ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 2 ഇറാനിപ്പോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിനെ മുറിച്ചിട്ട് പാത്രങ്ങളിലേക്ക് മാറ്റാം. റമദാൻ മാസത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ തിന്നാനുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പാത്രം കഴുകാനാണ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഞാൻ ലൈമും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് പിസ ഉണ്ടാക്കുന്ന ടൈം എൻ്റെ ഇത്താത്ത ഇവിടെ നിന്ന് ബോണ്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് മുഹബത്ത് കാ സർവത്ത് പോലത്തെ വേറൊരു സർവത്താണ്. പിന്നെ എൻ്റെ ഉമ്മ രാത്രിത്തേക്കുള്ള കറിയും പത്തലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്ന 10 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാം ടേബിളിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞിയും അച്ചാറും കൂട്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.